അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാളുടെ ഉദാഹരണങ്ങളാണ് പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ച സത്യനിഷേധികളെ കുറിച്ചുള്ള ഉദാഹരണം പറഞ്ഞ, അല്ലെങ്കിൽ സത്യനിഷേധികളുടെ ഉപമയായിട്ട് പടച്ചോൻ പറഞ്ഞ രണ്ടാളുകൾ, നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെയും പത്നിമാരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് അവരെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നു. കാരണം അവർ രണ്ടുപേരും ആ ഇണകളെ വഞ്ചിച്ചവരാണ്. കാരണം വലിയൊരു ഉത്തരവാദിത്തം ചെയ്യാൻ അള്ളാഹു നിശ്ചയിച്ച ആ രണ്ടാളുകളെയും പ്രയാസപ്പെടുത്തുകയും പരിഹസിക്കുകയും വഞ്ചിക്കുകയും ഇവരുടെ രഹസ്യങ്ങൾക്ക് ശത്രുക്കൾക്ക് കൈമാറുകയും രഹസ്യം പരസ്യമാക്കുകയും ചെയ്ത് വഞ്ചിക്കുന്ന രണ്ടാളുകളെ കുറിച്ച് അവര് ഇനി എക്കാലത്തുമുള്ള സത്യനിഷേധികൾക്കുള്ള ഉദാഹരണമാണ്. അവർ നരകാവകാശികളായി എന്ന് പറഞ്ഞു. ഈ ആയത്തില് സൂറത്ത് തഹ്രീമില് 11-12 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ രണ്ട് സ്ത്രീകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔന ഇദ ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ വമറിയമ ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹ വനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. വിശ്വാസികളുടെ കാര്യത്തിൽ അള്ളാഹു ഫറോവയുടെ പത്നിയെ ഉദാഹരണമായി പറയുന്നു. അവൾ പ്രാർത്ഥിച്ചു, നാഥ, എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീട് തന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ. ഫറോവയിൽ നിന്നും അയാളുടെ കർമ്മത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണേ നാഥ. ധിക്കാരികളായ ജനത്തിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ റബ്ബേ. ഇമ്രാന്റെ പുത്രി മറിയമിനെയും ഉദാഹരിക്കുന്നു. അവൾ തൻ്റെ ഗുഹ്യഭാഗങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. പിന്നെ നാം നമ്മിൽ നിന്നുള്ള ആത്മാവ് ഊതുകയും ചെയ്തു. അവൾ റബ്ബിങ്കിൽ നിന്നുള്ള വചനങ്ങളെയും വേദങ്ങളെയും സത്യപ്പെടുത്തി. അവൾ വണക്കമുള്ള ജനത്തിൽപ്പെട്ടവളുമായിരുന്നു. അപ്പൊ രണ്ടാളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദാഹരണമായി പറഞ്ഞു തരുന്നത്. അതും ലോകത്തിലെ മുഴുവൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉദാഹരണമായിട്ട് പടച്ചോൻ പറയുന്നത് ഒന്ന് ആസിയ ബീവിയാണ്, ഫറോവയുടെ പത്നി ആസിയ. രണ്ടാമത്തത് മറിയം ബീവിയെ കുറിച്ചാണ്, ഈസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മയായ മറിയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മറിയം ബീവിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആസിയ ബീവിയുടെ പ്രാർത്ഥനയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആരായിരുന്നു ഫറോവ? ഫറോവ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ആള്. ഇനി ഇങ്ങോട്ട് വാ, നിങ്ങളുടെ ഇടത്തെ കൈയും വലത്തെ കാലും ഞാൻ വെട്ടിക്കളയാം, കൊന്നുകളയാം വിശ്വസിക്കുന്ന മനുഷ്യർ, ഇങ്ങനെ പറഞ്ഞ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ അഹങ്കാരിയായ മനുഷ്യൻ. അവിടെയാണ് ആസിയ ബീവി പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്, ക്ലാസ്സിൽ പറഞ്ഞത്, ഈ സൂറത്ത് തഹ്രീമിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് നല്ലവരായ പ്രവാചകർ, സദ്വൃത്തര്, അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട പ്രവാചകര്. എന്നാല് അവരുടെ ദുർവൃത്തരായ ഏറ്റവും മോശം മാതൃകയായ ഇണകള്. എന്നാൽ ഇവിടെ അള്ളാഹു വെറുക്കപ്പെട്ട, അള്ളാഹു ഈജിപ്തിലെ കടലിൽ മുക്കി കൊന്ന, എക്കാലത്തെയും സത്യനിഷേധികൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞ ഫറോവ. എന്നാൽ ഫറോവയുടെ എല്ലാ അതിക്രമങ്ങളെയും സഹിക്കുകയും ക്ഷമിക്കുകയും, റബ്ബേ, എനിക്ക് ഈ കൊട്ടാരമോ പരിചാരകരോ ഇവിടെ കിട്ടുന്ന സ്വർണ്ണത്തളികയിലുള്ള ഭക്ഷണമോ വസ്ത്രമോ ഒന്നും എനിക്ക് വേണ്ടതില്ല, ഒരു സുഖ സൗകര്യവും എനിക്ക് വേണ്ടതില്ല, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ എന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ച ആസിയ ബീവി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഫറോവ എന്ന് പറഞ്ഞാൽ വേറെ ആരും ചോദ്യം ചെയ്യാനില്ല. കൊല്ലണമെന്ന് തോന്നുന്നവരെ കൊല്ലാം, ജീവിക്കാൻ അനുവദിക്കുന്നവരെ ജീവിക്കാം. അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയുടെ ഭാര്യയാണ്, രാജ്ഞിയാണ്, എല്ലാ സുഖ സൗകര്യവും ഉള്ള ആളാണ്. ഒരിക്കലും ഫറോവയെ ധിക്കരിക്കേണ്ടുന്ന കാര്യമല്ല. പക്ഷെ ഒരു സമയത്ത് ആസിയ ബീവി തീരുമാനിക്കുകയാണ്, ഇതാണ് സത്യം, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതാണ് സത്യമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഫറോവ അതെങ്ങനെയായിരിക്കും അറിഞ്ഞിട്ടാ? നമ്മളൊന്ന് ഭാവനയിൽ കാണാൻ നോക്ക്. ഫറോവ ഇതറിഞ്ഞ മാത്രയിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടോ ഫറോവയോട്, ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ മതത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്? ആദ്യം ഇണയെ പോയി ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവല്ലേ. അങ്ങനെ അവര് ആസിയ ബീവിയുടെ അടുക്കിലേക്ക് ദേഷ്യത്തോടെ ആയിരിക്കും ഫറോവ വന്നിട്ടുണ്ടാവുക.
പക്ഷെ തൻ്റെ സത്യത്തെ, തൻ്റെ വിശ്വാസത്തെ മറച്ചു വെക്കാൻ ആസിയ ബീവി തയ്യാറാകുന്നില്ല. അത് പ്രഖ്യാപിക്കുകയാണ്. അതിലരിശം പൂണ്ട ഫറോവ, ചരിത്രം പറയുന്നത് ക്രൂരമായിട്ട് ആസിയ ബീവിയെ പീഡിപ്പിച്ചു എന്നാണ്. ഇതിൽ നിന്ന് നീ പിന്മാറണം എന്ന് പറഞ്ഞു എന്നാണ്. പല വാഗ്ദാനങ്ങളും നൽകിയെന്നാണ്. പക്ഷെ എന്ത് ചെയ്തില്ല? ഒന്നും ആസിയ ബീവി സ്വീകരിച്ചില്ല. പടച്ചവനോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. അതാണ് ആ പ്രാർത്ഥന, മനോഹരമായ ആ പ്രാർത്ഥനയാണ് നമുക്ക് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുന്നത്. ഇത് ഖാലത്ത് റബ്ബിബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. നാഥ, ഈ സുഖവും സൗകര്യവും ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് നിന്റെ സ്വർഗത്തിൽ ഒരു കുഞ്ഞു വീട് തന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ നാഥ. മാത്രമല്ല, ഫറോവ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനും അവർ ധൈര്യം കാണിക്കുന്നുണ്ട്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഫറോവ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും ഒന്നും മിണ്ടാതെ അതനുസരിക്കുന്ന ജനങ്ങളുള്ളയിടത്ത്, ഫറോവക്ക് നേരെ ഒരക്ഷരം മിണ്ടിയാൽ ജീവൻ തന്നെ ഇല്ലാണ്ടായി പോകുന്ന പേടിയുള്ളൊരിടത്ത് ആസിയ ബീവി പ്രാർത്ഥിക്കുകയാണ്, വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഫറോവയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ നാഥ. അത് മാത്രമല്ല, വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമകാരികളായ സമൂഹത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അപ്പോൾ അവർ ചെയ്യുന്ന തെറ്റാണ്, അക്രമമാണ്. മൂസാ നബി അലൈഹിസ്സലാമയെ വധിക്കാൻ നോക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമയിലെ പ്രവാചകനെ നിഷേധിക്കാൻ നോക്കുന്നു. മാത്രമല്ല, അവിടെ സത്യവിശ്വാസം സ്വീകരിച്ച മനുഷ്യരെ തുറുങ്കിലടക്കുന്നു. അവരെ എന്നും അടിമപ്പണി ചെയ്യിപ്പിക്കുന്നു. ഫറോവയുടെ ആളുകൾക്ക് മാത്രം വലിയ വലിയ സ്ഥാനം നൽകുന്നു. ഇങ്ങനെ പല തെറ്റുകളാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആസിയ ബീവി പറയുന്നത്, ഈ തെറ്റിൽ നിന്നും, അല്ലെങ്കിൽ ഈ അക്രമകാരികളായ ആളുകളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണമേ നാഥാണ്. രണ്ടാമത് നമുക്ക് ഈ അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന മറിയം ബീവിയാണ്. ഈസാ നബി അലൈഹിസ്സലാമയുടെ ഉമ്മ. അവളെന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ പറയുന്നത് അഹ്സനത്ത് ഫർജഹ, അവളവിടെ ഗുഹ്യഭാവത്തെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരു പള്ളിയിൽ അവളെ നേർച്ച നേർന്നതാണ്. ഇമ്രാന്റെ പുത്രി മറിയം, അല്ലെ, മറിയമിന്. അങ്ങനെ പള്ളിയിലായിരുന്നു എന്നും ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെട്ട, മനസ്സുകൊണ്ട് പോലും തെറ്റ് ചിന്തിക്കാത്ത ഒരു പെണ്ണ് ഒരു സുപ്രഭാതത്തിൽ ഗർഭിണിയാകുന്നു. അപ്പൊ അതെങ്ങനെയാണ് ഒരു പെണ്ണ് സഹിക്കാന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര പേടിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി, മറിയമേ എന്താ പറ്റിയത്? നിന്റെ ഉമ്മ ഇങ്ങനെയല്ലല്ലോ, നിന്റെ കുടുംബം വലിയ കുടുംബമാണല്ലോ, എന്നിട്ടും മറിയമേ നീ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വൃത്തികെട്ട പെണ്ണായി പോയത് എന്ന് വീണ്ടും വീണ്ടും മറിയമിനോട് ചോദിക്കുന്നുണ്ട്. മറിയമിനെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. ആരാണ് കുഞ്ഞിന്റെ ഉപ്പ, ഞങ്ങളോട് പറയാന്ന് പറയുന്നുണ്ട്. ഒടുവിൽ മറിയം ബീവി പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ, ഞാന് മണ്ണിലേക്ക് ആണ്ടുപോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ. യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയ്യൻ മൻസിയ, ഞാൻ മണ്ണിലടിഞ്ഞില്ലാതായി, ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടേ ഇല്ല എന്ന പോലെ എല്ലാവരും എന്നെ മറന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മറിയം ബീവി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ മറിയം ബീവിയും ഫറോവയുടെ ഇണയുമാണ് നിങ്ങൾക്കുള്ള, സത്യവിശ്വാസികൾക്കുള്ള നല്ല മാതൃക. കാരണം ഒരാൾ ക്രൂരനായ ഭരണാധികാരിയുടെ ഇണ, വേറൊരാളോ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ കന്യകയായിരിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാതെ ഗർഭിണിയായതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ആജ്ഞയാണത്, അതനുസരിക്കുകയും ഈസാ നബി അലൈഹിസ്സലാമക്ക് ജന്മം നൽകുകയും ആളുകളുടെ ക്രൂരമായ പരിഹാസങ്ങൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും എന്നിട്ട് റബ്ബ് തവക്കുൽ ചെയ്യുകയും ചെയ്ത മറിയമിനെയാണ് നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ആ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കണം, രണ്ടുപേരുടെയും ചരിത്രം. അതിമനോഹരമായിട്ട് സൂറത്തുൽ ഖസസിൽ താഹയിലൊക്കെ ആസിയ ബീവിയെക്കുറിച്ച്, ആ കുഞ്ഞിനെ നൈൽ നദിയിലൂടെ ഒഴുകി വരുന്ന കുഞ്ഞിനെ എടുക്കുന്നതിനെ കുറിച്ച്, ഫറോവയോട് നമുക്ക് ഈ കുട്ടിയെ വളർത്തിയാലോ എന്ന് ചോദിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മറിയം ബീവിയെ കുറിച്ചും പറയുന്നുണ്ട്. പ്രസവിക്കാനായിട്ട് ഒരു ഈന്തപ്പന മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അള്ളാഹ് പറയുന്ന, സങ്കടപ്പെടല്ലേ മറിയം, നീ ഇങ്ങനെ ഈന്തപ്പന കുലുക്കൂ, ധാരാളമായിട്ട് ഈത്തപ്പഴങ്ങൾ കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവരുടെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പറയേണ്ടത് റബ്ബേ എന്ന് ചോദിക്കുമ്പോൾ, നീ 3 ദിവസം മൗനവ്രതമാണെന്ന് പറയുക, മിണ്ടണ്ട,
തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കും. അപ്പോൾ ചോദിക്കുന്നത് കുഞ്ഞെങ്ങനെയാണ് സംസാരിക്കുക? അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാണിതെന്ന് പറയുന്നത്. അപ്പോൾ റബ്ബിൽ അടിയുറച്ച വിശ്വാസമുള്ളതുകൊണ്ട് മറിയം ബീവി അതനുസരിക്കുകയും അങ്ങനെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഈസബിനു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ. സാധാരണ ഉപ്പാൻ്റെ പേര് ചേർത്തിട്ടാണ് മക്കൾ അറിയുക. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഈ 2 ഉദാഹരണങ്ങളെയും അവരുടെ ചരിത്രം അതിമനോഹരമായിട്ട് സൂറത്തുൽ ഖസസിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ പെട്ടി ഇങ്ങനെ ഒഴുകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയുടെ സഹോദരി ഇങ്ങനെ നൈൽ നദിയുടെ ചാരത്തൂടെ നടക്കുന്നത്, പെട്ടി ഒഴുകി പോകുന്നത് കാണുന്നത്, ഉമ്മാൻ്റെ ബേജാറൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ 2 പേരുടെയും ഉദാഹരണങ്ങളെ അതിമനോഹരമായിട്ട് അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അപ്പോൾ ലോകത്താകമാനമുള്ള സത്യവിശ്വാസികൾക്കുള്ള ഉപമയായിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. ഫറോവയുടെയും ഭാര്യ ആസിയ ബീവിയെക്കുറിച്ചും മറിയമിനെ കുറിച്ചും അള്ളാഹു നമുക്ക് ഉദാഹരണം പറയുകയാണ്. നമ്മൾ ചിന്തിക്കാൻ ഇവരുടെ സ്ഥൈര്യം ആണല്ലോ, ഇവരുടെ സ്വബർ, അള്ളാഹുവിലേക്കുള്ള അവരുടെ തവക്കുൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാതൃകയാണെന്ന് പറയാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ ഉപ്പ മകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മകൻ ഇസ്മായിൽ, യൂസുഫ് നബി അലൈഹി സ്വലാമയും ഉപ്പയും തമ്മിലുള്ള സ്നേഹം, അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അവരുടെ സ്നേഹം, അവരുടെ സങ്കടം, പ്രാർത്ഥന ഒക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിൽ അള്ളാഹു നമുക്ക് ഉപമയായിട്ട് പറയുന്നത് ഈ 2 പേരെയുമാണ്. ഈ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ തീർക്കേണ്ടതല്ല. അവരുടെ ചരിത്രം സൂറത്തു മറിയമിലുണ്ട്, ഖസസിലുണ്ട്, ത്വാഹയിലുണ്ട്. വായിക്കുക, പഠിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ അവരെക്കുറിച്ചുള്ള ജീവിതം പഠിക്കുമ്പോഴാണ് ഈ ഉപമ നമുക്ക് കൂടുതൽ മനസ്സിലാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പഠനമായിട്ട് മുമ്പോട്ട് പോവുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ സദഖല്ലാഹുൽ അലിയ്യിൽ അലി ആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.